ഒമാന്റെ മധ്യസ്ഥതയിൽ US ഇറാൻ ആണവ ചർച്ച പുരോഗമിക്കുകയാണ്. തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. ഇതിനിടെ ഇസ്രായേൽ ഒറ്റയ്ക്കും ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രാദേശിക മാധ്യമങ്ങൾ. അമേരിക്കൻ ഇസ്രായേൽ മിസൈലുകൾ ഏത് നിമിഷവും ഇറാനെ ലക്ഷ്യമിട്ടെത്തുമെന്ന യുദ്ധഭീതി പശ്ചിമേഷ്യയുടെ അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ ഏത് ആക്രമണവും നേരിടാനുള്ള യുദ്ധസന്നാഹമൊരുക്കുകയാണ് ഇറാനും. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും സൂക്ഷിച്ച ഭൂഗർഭ മിസൈൽ സിറ്റിയുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടത് ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു. ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്ന ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത്. ഇപ്പോഴത്തെ പുതിയ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ വാർത്താ ഏജൻസിയായ ഫാർസ് ആണ് ഇതുവരെയും പുറം ലോകം കാണാത്ത ഡ്രോണുകളും മിസൈലുകളും ചേർന്നുള്ള പടയൊരുക്കത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പടയൊരുക്കമാണ് നടക്കുന്നതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2024 ഏപ്രിൽ 13-നും 14-നും ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ ഇറാന്റെ അൽ ഖുദ്സ് സേനാ കമാൻഡർ മുഹമ്മദ് റസ സാഹിദിയെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയായിരുന്നു ആക്രമണം. വദേയ സാദിഖ് അഥവാ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നായിരുന്നു അന്നത്തെ സൈനിക നടപടിക്ക് പേരിട്ടിരുന്നത്. ഏപ്രിലിലെ ആക്രമണം അത്ര ഫലിച്ചില്ലെങ്കിലും 2024 ഒക്ടോബറിൽ രണ്ടാം ഓപ്പറേഷൻ ട്രൂ പ്രോമിസുമായി ഇറാൻ ഇസ്രായേലിനെ ഞെട്ടിച്ചു. 200ഓളം മിസൈലുകളാണ് അന്ന് ടെൽ അവീവിൽ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് താവളങ്ങളും മൊസാദ് ആസ്ഥാനവും ലക്ഷ്യമാക്കി വർഷിച്ചത്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെയും ഇറാൻ വിപ്ലവ ഗാർഡ് കമാൻഡർമാരുടെയും കൊലപാതകത്തിന് കണക്ക് തീർക്കുകയായിരുന്നു ഇറാൻ. ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളോ ആളപായ വിവരങ്ങളോ ഒന്നും ഇതുവരെയും ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതേസമയം സൈനിക താവളങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ആകാശ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസിന്റെ അടുത്ത ഘട്ടത്തിലുള്ള ഒരുക്കമാണ് അണിയറയിൽ പുരോഗമിക്കുന്നതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭൂഗർഭ കേന്ദ്രത്തിൽ വിന്യസിച്ച ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ദൃശ്യങ്ങളാണ് ഇറാൻ പുതിയതായി പുറത്തുവിട്ടത്. മിസൈൽ സിറ്റിയിലാണ് ഇവ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നതെന്നാണ് സൂചന. കഴിഞ്ഞ ഞായറാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി മുതിർന്ന സേനാ കമാൻഡർമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. സൈനിക ശക്തി കൂട്ടണമെന്നായിരുന്നു യോഗത്തിൽ അദ്ദേഹം നൽകിയ നിർദ്ദേശം. സൈനികരുടെ കരുത്ത് കൂട്ടുന്നതിനൊപ്പം ആയുധങ്ങളുടെ ശേഷിയും വർദ്ധിപ്പിക്കണം. അതിക്രമങ്ങൾക്കെതിരായ ഇറാന്റെ പ്രതിരോധ മതിലും ജനങ്ങളുടെ അഭയവുമാണ് സൈന്യമെന്നും ഖാംനെയി ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ മാർച്ച് അവസാനത്തിലാണ് വൻ ആയുധ ശേഖരമടങ്ങിയ മിസൈൽ സിറ്റി ഇറാൻ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചത്. ആയിരക്കണക്കിന് അത്യാധുനിക മിസൈലുകൾ താവളത്തിലുണ്ടെന്ന് ഇറാൻ വിപ്ലവ ഗാർഡ് അവകാശപ്പെട്ടിരുന്നു. ഖൈബർ ഷേഖാൻ, ഗദർ, സെജ്ജിൽ, ഹജ്ജ് ഖാസിം എന്നിവയാണ് പ്രധാന മിസൈലുകൾ. ഇവയ്ക്ക് പുറമെ സോളിഡ് ലിക്വിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലുകളും താവളത്തിലുണ്ടെന്ന് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലും റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഷങ്ങളെടുത്താണ് ഇറാൻ ഭൂഗർഭ താവളം നിർമ്മിച്ചത്. എന്നാൽ കഴിഞ്ഞ ജനുവരി ആദ്യത്തിലാണ് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും അടങ്ങുന്ന വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഇറാൻ ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിക്കുന്ന വിവരം പുറത്തുവന്നത്. പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് താവളങ്ങൾ ഉള്ളതെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ നടത്തിയ വ്യോമാക്രമണത്തിന് ഈ താവളവും ഉപയോഗിച്ചിരുന്നുവെന്ന് സർക്കാർ ചാനൽ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. സാധാരണ മിസൈലുകൾക്ക് പുറമെ ആദ്യമായി ഹൈപ്പർസോണിക് മിസൈലുകളും അന്ന് ഇറാൻ പുറത്തെടുത്തിരുന്നു.